ഹലോ, എല്ലാവർക്കും കറിച്ചട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കോക്കനട്ട് മിൽക്ക് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചിക്കനും കോക്കനട്ട് മിൽക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഇതിലേക്ക് മുഴുവൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്. അപ്പോൾ ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. നന്നായി കനമില്ലാണ്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഇടത്തരം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് സ്മാഷായിട്ട് വരണം. കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പരുവമായിട്ട് വരണം. കുക്കായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഒരു 1/2 മുതൽ 3/4 കിലോ വരെ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ചതും ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. കറിക്ക് ഇച്ചിരി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോഴത്തെ ചിക്കൻ ഏകദേശം വെന്ത് കറി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒരുപാട് തിളച്ച് പോരുത്. തിള ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇത് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളത് ഓഫ് ചെയ്യാണ്. ഈ ആവശ്യത്തിനുള്ള മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങാപ്പാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറുകി വരും. ഞാനിതിവിടെ പൊറാട്ടൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് പൊറാട്ടയും തേങ്ങാപ്പാൽ ചിക്കൻ കറിയും. പത്തിരി, ഇടിയപ്പത്തിനും എല്ലാത്തിനും സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.